ഇന്നത്തെ എൻ്റെ യാത്ര സാരാനാഥിലേക്കാണ്, ബുദ്ധിസം പിറവിയെടുത്ത മണ്ണിലേക്ക്. ബുദ്ധമത വിശ്വാസികളുടെ 4 പ്രധാന തീർത്ഥാടന കേന്ദ്രങ്ങളിലൊന്നാണ് സാരാനാഥ്. ബോധോദയം നേടിയ ശേഷം ബുദ്ധൻ സാരാനാഥിലെത്തുകയും തൻ്റെ 5 ശിഷ്യന്മാർക്ക് ധർമ്മത്തിൻ്റെ മധ്യമാർഗത്തെക്കുറിച്ച് പ്രബോധനം നൽകുകയും ചെയ്തു. ലോകമെമ്പാടുമുള്ള ബുദ്ധമത വിശ്വാസികൾ പ്രാർത്ഥനാപൂർവം സന്ദർശിക്കുന്ന ഒരു സ്ഥലം കൂടിയാണിവിടം. BC 3-ാം നൂറ്റാണ്ട് മുതൽ 12-ാം നൂറ്റാണ്ടിൽ അധിനിവേശത്താൽ തകർക്കപ്പെടുന്നവരെയായിരുന്നു സാരാനാഥിൻ്റെ പ്രതാപകാലം. ബുദ്ധൻ്റെ തിരുശേഷിപ്പുകൾ അടക്കം ചെയ്യാനായി അശോക ചക്രവർത്തി പണികഴിപ്പിച്ച ധമേക് സ്തൂപം അങ്ങ് അകലെ കാണാം. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ 1910-ൽ പണികഴിപ്പിച്ച സാരാനാഥ് മ്യൂസിയം വേറിട്ടൊരു കാഴ്ചയാകുന്നു. മൗര്യ സാമ്രാജ്യം മുതൽ മധ്യകാലഘട്ടം വരെയുള്ള പുരാവസ്തുക്കളുടെ വൻ ശേഖരമാണിവിടെ. ഇന്ത്യൻ ശില്പകലയുടെ വികാസത്തിൻ്റെയും ബുദ്ധമത ആവിർഭാവത്തിൻ്റെയും ശക്തമായ വിവരണം ഈ പുരാവസ്തുക്കൾ നമുക്ക് കാട്ടിത്തരുന്നു. അശോകന്റെ സിംഹതലസ്ഥാനം, ബുദ്ധകാലഘട്ടത്തിലെ പ്രതിമകൾ, ബോധിസത്വ രൂപങ്ങൾ, ഹിന്ദു ദേവതകൾ, ലിഖിതങ്ങൾ, അങ്ങനെ 7000-ൽ പരം പുരാവസ്തുക്കളെക്കുറിച്ച് അറിയാനും പഠിക്കാനും നമുക്ക് സാധിക്കുന്നു.